കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ പ്രകൃതി സ്നേഹികൾക്കും സഞ്ചാരികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ടതാണ്. കേരളത്തിൽ പ്രധാനമായും 18 വന്യജീവി സങ്കേതങ്ങളാണുള്ളത്. ഇതിൽ പക്ഷി സങ്കേതങ്ങളും ഉൾപ്പെടുന്നു. ആദ്യമായി പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാം. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയതും ഏറ്റവും ആദ്യത്തെയുമായ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണ്. തേക്കടി വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നു. പെരിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു. ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്നു. ആദ്യത്തെ പേര് നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ഈ പേര് നൽകിയത്. പെരിയാർ വന്യജീവി സങ്കേതത്തെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1950, കടുവ സംരക്ഷണമായി പ്രഖ്യാപിച്ചത് 1978, ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1982. കേരളത്തിലെ ആദ്യത്തെയും ഇന്ത്യയിലെ 10ാമത്തെയും കടുവ സംരക്ഷണ കേന്ദ്രം എന്ന പ്രത്യേകത കൂടി പെരിയാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിനുണ്ട്. അടുത്തതായി വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ 2ാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം. 1973 സ്ഥാപിതമായ വയനാട് നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗം. കബനി നദി ഒഴുകുന്ന ഈ പ്രദേശം മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിങ്ങനെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. ഇനി പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ മുതലമട പഞ്ചായത്തിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 2ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രം കൂടിയാണിത്. 2010 ഇതിനെ ഒരു ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചത്. പാലക്കാട് ജില്ലയിലാണെങ്കിലും ഇവിടേക്ക് പ്രവേശിക്കാൻ തമിഴ്നാട്ടിലെ പൊള്ളാച്ചി വഴിയാണ് പോകേണ്ടത്. പ്രകൃതിദത്തമായ തേക്ക് തോട്ടങ്ങൾക്ക് പേരുകേട്ട സ്ഥലം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയതും പഴക്കമുള്ളതുമായ തേക്ക് മരങ്ങളിലൊന്നായ കണ്ണിമാര തേക്ക് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ ആനമല വന്യജീവി സങ്കേതവുമായി ഇത് അതിർത്തി പങ്കിടുന്നു. അടുത്തതായി നെയ്യാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാം. തിരുവനന്തപുരം ജില്ലയിലെ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് നെയ്യാർ ഡാമിന് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത്. 1958 ഇത് സ്ഥാപിതമായത്. നെയ്യാർ ഡാം, ലയൺ സഫാരി പാർക്ക്, അഗസ്ത്യകൂടം, കൊടുമുടി തുടങ്ങിയവ പ്രധാന ആകർഷണങ്ങളാണ്. 1977 സ്ഥാപിതമായ നെയ്യാർ വന്യജീവി സങ്കേതം മുതല പുനരധിവാസ കേന്ദ്രം കൂടിയാണ്. 20ലധികം മഗ്ഗർ മുതലകളെ ഇവിടെ സംരക്ഷിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു സ്റ്റീവ് ഇർവിൻ മെമ്മോറിയൽ മ്യൂസിയവും പ്രവർത്തിക്കുന്നു. ഇനി ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാം. ഇടുക്കി ജില്ലയിൽ പശ്ചിമഘട്ട മലനിരകളിൽ സ്ഥിതി ചെയ്യുന്നു. വ്യത്യസ്തമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയുമാണ് ഇവിടെയുള്ളത്. വർഷത്തിൽ വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന മഴനിഴൽ പ്രദേശമാണ് ഇത്. ഇവിടെ പ്രധാനമായും മുൾക്കാടുകളും വരണ്ട ഇലപൊഴിയും കാടുകളുമാണ് ഉള്ളത്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ നക്ഷത്ര ആമകൾ. ഇന്ത്യയിൽ നക്ഷത്ര ആമകളെ കാണാൻ കഴിയുന്ന അപൂർവം സ്ഥലങ്ങളിലൊന്നാണിത്. അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ എന്നറിയപ്പെടുന്ന ചാരനിറത്തിലുള്ള കൂറ്റൻ അണ്ണാൻ ഇവിടുത്തെ സംരക്ഷണ മൃഗമാണ്. തൂവാനം വെള്ളച്ചാട്ടം മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണമാണ്. അതുപോലെ ചിന്നാർ വന്യജീവി സങ്കേതം പാമ്പാർ നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായി ആറളം വന്യജീവി സങ്കേതത്തെക്കുറിച്ച് പഠിക്കാം. കണ്ണൂർ ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമാണ് ആറളം വന്യജീവി സങ്കേതം. ഇവ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ഈ വന്യജീവി സങ്കേതം പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ ഏറ്റവും ഉയർന്ന കൊടുമുടി കട്ടിപ്പാറ ആണ്. മീൻമുട്ടി വെള്ളച്ചാട്ടം സങ്കേതത്തിനുള്ളിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ്. വൈവിധ്യമാർന്ന ചിത്രശലഭങ്ങളുടെ സാന്നിധ്യത്താൽ ആറളം പ്രശസ്തമാണ്. വർഷാവർഷം നടക്കുന്ന ശലഭ നിരീക്ഷണം ഇവിടുത്തെ വലിയൊരു ആകർഷണമാണ്. ചീങ്കണ്ണിപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ആറളം വന്യജീവി സങ്കേതം സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നുകൂടി അറിയപ്പെടുന്നു. അടുത്തതായി പേപ്പാറ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു.
അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമായ ഇവിടം 1983 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ടത്. കരമനയാറിന് കുറുകെയുള്ള പേപ്പാറ ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള കുടിവെള്ളത്തിൻ്റെ പ്രധാന സ്രോതസ്സും കൂടിയാണ് ഇത്. അടുത്തതായി ഇടുക്കി വന്യജീവി സങ്കേതം. ഇടുക്കി ജില്ലയിലെ കാഞ്ഞാർ, തൊടുപുഴ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന മനോഹരമായ വന്യജീവി സങ്കേതമാണ് ഇത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ആർച്ച് ഡാമുകളിലൊന്നായ പ്രശസ്തമായ ഇടുക്കി ആർച്ച് ഡാമിനോട് ചേർന്നാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ആനകൾക്ക് പേരുകേട്ട ഇവിടെ കടുവ, കാട്ടുപോത്ത്, വൈവിധ്യമാർന്ന പക്ഷികൾ എന്നിവയും കാണാം. രാജവെമ്പാല, മലമ്പാമ്പ് തുടങ്ങി നിരവധി പാമ്പുകളെയും ഇവിടെ കാണാം. ഇനി ചെന്തുരുണി വന്യജീവി സങ്കേതം. കൊല്ലം ജില്ലയിലെ പുനലൂരിന് സമീപം സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് ഇത്. പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണിത്. ഈ വനമേഖലയിൽ മാത്രം കാണപ്പെടുന്ന ചെന്തുരുണി എന്ന മരത്തിൻ്റെ പേരിൽ നിന്നാണ് ഈ വന്യജീവി സങ്കേതത്തിന് ആ പേര് ലഭിച്ചത്. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ തെന്മല ഡാം. ഈ വന്യജീവി സങ്കേതത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് തെന്മല ഡാം സ്ഥിതി ചെയ്യുന്നത്. ശിലായുഗ കാലത്തെ മനുഷ്യർ വസിച്ചിരുന്നതായി കരുതപ്പെടുന്ന ഒരു ഗുഹ ഇവിടെയുണ്ട്. ഇത് ഏറെ ചരിത്ര പ്രാധാന്യമുള്ളതാണ്. ഈ വന്യജീവി സങ്കേതത്തിനുള്ളിലെ മനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് റോസ് മല. അടുത്തതായി കരിമ്പുഴ വന്യജീവി സങ്കേതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമായ ഇവിടം 2020 നിലവിൽ വന്നത്. പശ്ചിമഘട്ടത്തിലെ നീലഗിരി ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണിത്. തമിഴ്നാട്ടിലെ മുക്കൂർത്തി നാഷണൽ പാർക്കിനോടും സൈലന്റ് വാലി നാഷണൽ പാർക്കിനോടും ഇത് അതിർത്തി പങ്കിടുന്നു. ഈ വന്യജീവി സങ്കേതത്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളായ നീലഗിരി താർ, സിംഹവാലൻ കുരങ്ങ്, പന്നിമൂക്കൻ തവള, മലബാർ ബാൻഡ് പീകോക്ക് തുടങ്ങിയ ജീവികൾ ഈ വനത്തിനുള്ളിൽ കാണപ്പെടുന്നു. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഏഷ്യയിലെ തന്നെ അവശേഷിക്കുന്ന ആദിമ ഗോത്രവർഗ്ഗങ്ങളിലൊന്നായ ചോള നായ്ക്കർ ഈ വനത്തിനുള്ളിലെ ഗുഹകളിലാണ് താമസിക്കുന്നത്. ഓക്കെ ഡിയേഴ്സ്, അവർ ക്ലാസ് ഈസ് ഓവർ. താങ്ക് യു.